കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതികരണം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പൊങ്കാലയോടനുബന്ധിച്ചും തലസ്ഥാനത്തെ പാളയം പള്ളി നോമ്പ് തുറ കാലമാണെങ്കിൽ പോലും പൊങ്കാല ഇടാൻ വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഇമാമിന്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അത് ഏറെ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെട്ടതിനും പിന്നാലെ ഇന്നിപ്പോൾ പൊങ്കാല ഇടാനെത്തിയ ഒരു സ്ത്രീയുടെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ ചിലയിടങ്ങളിൽ വർഗീയ വിഷങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലെ ചില സന്തോഷങ്ങളുണ്ട്. പള്ളിയിൽ പൊങ്കാല ഇടാമോ, പള്ളിയിൽ പൊങ്കാല ഇട്ടാൽ മോശമാണെന്ന് വിചാരിക്കുന്ന സംഖ്യ മനസ്സുകൾക്കപ്പുറം കേരളത്തിന്റെ ഭൂരിപക്ഷ മനസ്സെന്താണ് എന്നതിന്റെ പ്രതികരണമാണ് ഈ കേൾക്കുന്നത്. എല്ലാ വർഷവും ഈ പള്ളിക്ക് മുന്നിലാണ് ഇടാറുള്ളത്? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് പള്ളിക്ക് മുമ്പിൽ ഇടുന്നത്. ഞാൻ കണ്ടിരുന്നു. അതെ, വലിയ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ പള്ളിയും പരിസരമായിരുന്നു മനസ്സിൽ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ടും വീണ്ടും ഇവിടെ തന്നെ വരാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഈ സ്ഥലവും ഒക്കെ മനസ്സിൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പേര് സിമി. കേട്ടല്ലോ, സന്തോഷം തോന്നിയെന്നാണ് എവിടെ പള്ളിമുറ്റത്ത് പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞതിൽ. അതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു. ഈ പ്രദേശത്ത് തന്നെ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അവിടെ തന്നെ സ്ഥലം കിട്ടി, അവിടെ പൊങ്കാല അർപ്പിച്ചു. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ യശസ് ഉയർത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തി. അതാണ് ഓരോ മലയാളിയെയും രൂപപ്പെടുത്തിയിരിക്കുന്ന മനോഭാവം. ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ, മതങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടങ്ങളിൽ ഇതൊക്കെയാണ് മനോഹര കാഴ്ചകൾ. ഇമാം തുറന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷപൂർവ്വം അവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നുണ്ടെങ്കിൽ ആ മതസൗഹാർദ്ദ കാഴ്ചയാണ് ലോകത്തിൻ്റെ മുന്നിൽ റിയൽ കേരള സ്റ്റോറിയായിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാനുള്ളത്. കേരളത്തെ സംബന്ധിച്ച് സംഘപരിവാറുകാർ ലോകത്താകമാനമുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ നാടിനെക്കുറിച്ച് വിഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജത്തരങ്ങൾ സിനിമ എന്ന പേരിലൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാട് കാണേണ്ട കാഴ്ച ഇതൊക്കെയാണ്. എത്ര സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് ഒരു പള്ളിമുറ്റത്ത് പൊങ്കാല ഇടുന്നു എന്ന് പറയുമ്പോൾ മറ്റ് മതങ്ങളോടുള്ള ബഹുമാനവും ആദരവും എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഒരു വിഭാഗക്കാർ അസംതൃപ്തിയോടുകൂടിയും വർഗീയ വിഷത്തോടുകൂടിയും ഇത്തരം കാഴ്ചകളെ നോക്കിക്കാണുമ്പോൾ പാടില്ല എന്ന് പറയുന്നിടത്താണ് കേരളത്തിന്റെ പൊതു മനസാക്ഷികൾ അങ്ങനെയല്ല, നിങ്ങൾ കൊണ്ടു കെട്ടാൻ ഉദ്ദേശിക്കുന്ന കള്ളികളിൽ നിൽക്കുന്നവരല്ല ഈ നാട്ടിലെ മനുഷ്യരെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഈ നോമ്പുതുറയുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തെക്കുറിച്ചോ ജലപാനത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ആത്മീയതയിൽ സ്വയം അർപ്പിച്ചിരിക്കുന്ന മുസ്ലിം മതവിഭാഗക്കാർ അവരുടെ വിശ്വാസ കേന്ദ്രം ഇവർക്ക് മുന്നിൽ തുറന്നിടുന്നു. അവർ പതിവ് ചിട്ടകൾക്ക് വിപരീതമായി ഭക്ഷണവും വെള്ളവും ഇവർക്ക് വേണ്ടി ഒരുക്കുന്നു. എത്ര മനോഹരമായ കാഴ്ച! ഈ നാടിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്നും ഈ നാടിനെക്കുറിച്ച് നിങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിച്ച് ഇവിടെയുള്ള മനുഷ്യരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതല്ല ഈ നാടെന്ന് പിന്നെയും ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഉദാഹരണമാണ് ആ ദൃശ്യമെന്നും ആ പ്രതികരണമെന്നും പറയേണ്ടി വരികയാണ്.